നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് തെറിച്ചത്. ഒന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്തിൻ്റേത്. മറ്റൊന്ന് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖിൻ്റേത്. രണ്ടുപേരും രാജിവെക്കുകയായിരുന്നു. അങ്ങനെ ധാർമ്മികമായി ഒരു വിഷയം വന്നപ്പോൾ രാജിവെക്കുകയായിരുന്നു എന്നൊന്നും പറഞ്ഞൊഴിയാനാവില്ല. പരമാവധി നാണം കെടാവുന്നിടത്തോളം നാണം കെട്ടു നിന്ന ശേഷമായിരുന്നു ഈ രാജി. പക്ഷേ ഈ രാജിയിൽ ഒതുങ്ങുന്നതാണോ മലയാള സിനിമയെ, കേരള നാടിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ? ഇത്രയേറെ ഗുരുതരമായ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നു എന്നറിഞ്ഞിട്ട് സർക്കാരും ഈ താരങ്ങളുടെ സംഘടനയും എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇതിൽ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചവരടക്കം അത്തരം മൗനത്തിൽ നിൽക്കുകയാണ്. ഈ രാജി കൊണ്ട് മാത്രം ഈ വിഷയങ്ങളെല്ലാം അവസാനിക്കുമോ എന്നുള്ളതാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ് ആദ്യ പ്രേക്ഷകനായി ചെയ്യുന്നത്. ശ്രീ ജയകുമാർ, ഈ രണ്ടുപേരുടെ രാജി കൊണ്ട് അവസാനിക്കേണ്ടതാണോ ഈ വിഷയം? ശ്രീ ജയകുമാർ, ടിവിയുടെ മ്യൂട്ട് ചെയ്ത ശേഷം. നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞു. ഈ സജി ചെറിയാന്റെ രാജിയാണല്ലേ അത്യാവശ്യം, ഇദ്ദേഹത്തിന്റെ രാജിയല്ല. ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും പല കേസും വന്നിട്ടുണ്ട്. എന്നിട്ടും സജി ചെറിയ റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയിട്ട് പോലും സജി ചെറിയ നിലനിർത്തുകയായിരുന്നു. കാരണം ഈ അവാർഡ് ഇതില് ബന്ധപ്പെട്ടു, അവാർഡ് കൊടുക്കുവാനായിട്ട് ബന്ധപ്പെട്ടു എന്ന് പലരും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അന്നും ഈ സജി ചെറിയാനാണ് ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത്. കാരണം ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ രാജിവെച്ചത്. ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല, അങ്ങനെ സ്വയമേ രാജിവെച്ചതാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു മന്ത്രി എന്തിനിരിക്കണമെന്ന്. ചിലപ്പോൾ അങ്ങനെ മന്ത്രി പറഞ്ഞത് ശരിയായിക്കൂടെ? മന്ത്രി ചിലപ്പോൾ അവർ അങ്ങോട്ട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല, രാജിവെച്ചതായിരിക്കും രഞ്ജിത്ത്. അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ രാജി ആവശ്യപ്പെടേണ്ട ആ മന്ത്രി ഇത് രാജിവെച്ചിട്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുറ്റക്കാരനല്ലാന്ന് കാണിക്കാനല്ലേ ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് എതിർത്ത് പറയണത്. ഇത്രയും പ്രശ്നം ഉണ്ടായതല്ലേ, ഇദ്ദേഹത്തിനൊന്നും മിണ്ടായിരുന്നൂടെ ആവശ്യപ്പെട്ടില്ലെങ്കിലും? ഈ രാജി ആവശ്യപ്പെടേണ്ടതല്ലേ? ഈ മുഖ്യമന്ത്രി ഇദ്ദേഹവും രാജിവെക്കേണ്ടതല്ലേ? വേറൊരു പാർട്ടിയാണ് ഭരിച്ചെങ്കിൽ അവർ സമ്മതിക്കും ഇവിടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് സാറേ. മറ്റേ ഇടയ്ക്കിടയ്ക്ക് വീണ ജോർജ് പ്രത്യക്ഷപ്പെട്ട് നിയമസഹായം ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇവിടെ ICUവിൽ പീഡിപ്പിച്ച ഒരു സ്ത്രീയെ അവിടുന്ന് തന്നെ ഇത് സാക്ഷി നിന്നു എന്നും പറഞ്ഞുകൊണ്ട് മൊഴി കൊടുത്തു. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു നമുക്ക് ആ വിഷയത്തിലേക്ക് തൽക്കാലം കടക്കാനാവില്ല. നമ്മൾ ഈ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ജയകുമാർ 10 മിനിറ്റ് ചോദിച്ചതും 1 മിനിറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞതും നാളെ വിളിക്കാമെന്ന് പറഞ്ഞതൊക്കെ വീഡിയോ നന്നായിട്ട് ഇപ്പോൾ ഓടുന്നുണ്ട്. കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകാം. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ മലയാള സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന, നമ്മളൊക്കെ താരങ്ങളെ ആരാധനയോടുകൂടി കാണുമ്പോൾ ആ മേഖലയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷെ അപ്പോഴും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോ അല്ലെങ്കിൽ ഈ സിനിമാക്കാരുടെ സംഘടനയൊന്നും ഇപ്പോഴും തയ്യാറാവുന്നില്ല. അവരെല്ലാവരും ഇപ്പോഴും മൗനത്തിൽ നിൽക്കുകയാണ്. വരട്ടെ, എല്ലാ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നുള്ള ഒരു തടുപ്പൻ മട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ മതിയോ? പോരല്ലോ. ഞാനൊന്നും ഇതുവരെ ഇവരൊന്നും ആരും ആരാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ് അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ. ഇത് നട്ടപ്പാതിരൊക്കെ സൂര്യൻ ഒഴിച്ചാൽ കാണാൻ ഒരുത്ത തുണിയൊക്കെ തലയെ കെട്ടി ഓടുന്ന ഓട്ടം. ഇവന്മാരെ ഇത് ഒരു മഞ്ഞുമേന്റെ അഗ്രം മാത്രമാണ്. ഇത് ശരിക്കും എല്ലാ ആൾക്കാരും ഇത്രയും സമൂഹം ഇടപെട്ടില്ലേ? ഈ നടികള് ദുരനുഭവമുള്ള ആൾക്കാരെ കൃത്യമായിട്ട് പുറത്തു വന്ന് പറയട്ടെ. പുറത്തു വന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാല് എന്തൊരു അവസ്ഥയാണ് നമ്മുടെ മലയാള സിനിമക്ക്. ലോകത്തിന് മുഴുവൻ നമുക്ക് അവമാനല്ലേ ഇത്. ഈ വലിയ വലിയ ഉന്നതമായ ആൾക്കാരുടെ ഇതിനെ പുറത്തു വരാണ്ട്. ഈ കിരൺ ബാബു ഓർക്കുന്നുണ്ടോ? ഒരു മാധ്യമത്തില് ഒരു മഹാനടൻ പറയാ 3000 സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടതിന്റെ ആഘോഷം നടന്നല്ലോ എന്ന് ചോദിച്ചപ്പോ പുള്ളി ചിരിച്ച് കാടി തള്ളിക്കൊണ്ട് പുച്ഛമാത് ഇരിക്കുവായത്. കാരണം അന്ന് അയാൾ പറയണമായിരുന്നു, വെറുതെ പറയുന്നു, എനിക്ക് ഭാര്യയും മക്കളും അമ്മയിലുണ്ട്, ഞാൻ അങ്ങനെ താഴില്ലെന്ന് പറയണേ. നീ പുള്ളി കാടി തള്ളിക്കൊണ്ട് ഇരിക്കുവായത്. ഈ സമൂഹത്തിന് മൊത്തം വെല്ലുവിളിക്കുക. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടോ ധർമ്മജൻ, നിങ്ങൾ ആ മാധ്യമപ്രവർത്തക പിന്നെ ഇവിടെ അവർണ കുറിപ്പിനാ ആ കുട്ടിയിൽ എന്തൊക്കെയാ പറഞ്ഞു? അവസാനം മോളെ പിന്നെ എന്താ പറഞ്ഞ മാപ്പ് സോറി എന്നൊക്കെ പറഞ്ഞ് പോയത്. ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ ശരിക്കും പുറത്തു കൊണ്ടുവരുന്ന പോകണം.
ശരി, സമയം കളയുന്നില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ ആങ്കർ അപർണക്കുറുപ്പ് കൃത്യമായ മറുപടി ധർമ്മജന് നൽകുകയും ചെയ്തിരുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഗോപാലനാണ് കോഴിക്കോട് നിന്നും. ശ്രീ ഗോപാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രണ്ട് രാജി കൊണ്ട് അവസാനിക്കേണ്ടതാണോ? അതിനപ്പുറമുള്ള നടപടികൾ വേണ്ടതല്ലേ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ? ആ പറഞ്ഞോളൂ സാർ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ആ സാറേ, ഹലോ, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. ആ ധൈര്യമായിട്ട് പറഞ്ഞു തന്നെ. പക്ഷെ ഇത്രയും ബുദ്ധിമുട്ട് വേണം സാറേ? ഇനി എത്ര ആൾക്കാരുണ്ട് ഇതിന്റെ ബാക്കിൽ? ഒരു അടിയോ നഗരോ എന്തെങ്കിലും പോയെങ്കിൽ ഇത്രയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. ഹലോ, ശരി, ഓക്കെ, താങ്കൾ പറയുന്നത് കേൾക്കാം. താങ്കൾക്ക് പൊതുവേദിയിൽ വിളിക്കുന്ന പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളുടെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർച്ചയായി പറയാം. സ്വാഭാവികമായി ആദ്യം വിളിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടോ. അങ്ങനെ സംശയിക്കേണ്ടതില്ല. നിങ്ങൾക്ക് തുടർച്ചയായി തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പരമാവധി ചുരുക്കി പറയണം എന്ന് മാത്രമേ ഉള്ളൂ. പറയാം. ശ്രീ സുനിൽകുമാറാണ് വയനാട് നിന്നും. ശ്രീ സുനിൽകുമാർ, ഈ രണ്ടുപേരും രാജിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെ വലിയ ധാർമ്മികതയായിട്ടൊന്നും കാണാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഈ രാജി ഒരു തരത്തിൽ പറഞ്ഞാൽ ഗതികെട്ട് രാജിവെക്കുകയായിരുന്നു എന്നുകൂടി പറയേണ്ടി വരും. പക്ഷേ ഈ രാജി കൊണ്ട് മാത്രം അവസാനിക്കേണ്ടതാണ്. അതിനപ്പുറമുള്ള കുഴപ്പക്കാരായ ആളുകളെ കണ്ടെത്തി ഈ മേഖലയെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സർക്കാരിനാലും ഈ മേഖലയിലെ സംഘടനകൾക്കാരുമില്ലേ? താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യണം, അതിനുശേഷം മറുപടി പറയാം. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യോ? സാറേ, ഞാൻ പറഞ്ഞോട്ടെ, വയനാട്ടിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഞാനീ പറയുന്നത് എന്താ അറിയോ, നമ്മള് ദൈവത്തിനെ പോലെ കാണുന്ന ആൾക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ നടന്മാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ നടന്മാരും നായികമാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിൽ നിന്ന് ഇങ്ങനത്തെ ചീത്തപ്പേര് വരുമ്പോ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം, മാനസികമായി ഭയങ്കര വിഷമമുണ്ട്. സിദ്ദീഖ് എന്ന് പറഞ്ഞാല് മ്യൂട്ട് ചെയ്തു. ശരി, ഓക്കെ. എന്തായാലും ആലപ്പുഴയിൽ നിന്ന് ശ്രീ പ്രസന്നൻ കൂടി ചേരുന്നുണ്ട്. പൊതുവേദിയിലേക്ക് വിളിക്കുന്ന പ്രേക്ഷകരുടെ സ്ഥിതിക്ക് ദയവ് ചെയ്ത് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി സിങ്ക് ചെയ്ത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ശ്രീ പ്രസന്നനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നറിയാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഞങ്ങൾ ഒരു കാര്യം, ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇങ്ങനെ നീതി കിട്ടുമോ സാറേ? ഇപ്പൊ ഇവര് ഔദ്യോഗിക രീതിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ടല്ല, അവർക്ക് പിടിപാടുള്ളത് കൊണ്ടല്ലോ സാറേ അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സർക്കാരിനെയും മറ്റൊക്കെ വിരത്തുമ്പിൽ നിർത്താൻ പറ്റുന്നത് ഔദ്യോഗികപരമായിട്ടുള്ള ആ സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടല്ല. സാധാരണക്കാരനാണ് ചെയ്യാൻ പറ്റുമോ സാർ? ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അന്നേരം തന്നെ പിടിച്ചകത്താക്കത്തില്ല സാർ? നമ്മുടെ ഭരണഘടനയൊക്കെ വ്യവസ്ഥ ചെയ്യുന്നത് ഏറ്റവും ദരിദ്രനാരായണനായ ഒരു മനുഷ്യനായാലും ഇന്ത്യയുടെ രാഷ്ട്രപതിയായാലും എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും അങ്ങനെ വലിയ വലകൾ പൊട്ടിച്ച് വലിയ ആളുകൾ പോകാറുണ്ട്. രാജാക്കന്മാർക്ക് മാത്രം ഈ പദവി കൊടുത്തിട്ട് നമ്മൾ സാധാരണക്കാരൊക്കെ എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടാനുള്ള ശ്രമം സർക്കാർ നടത്തേണ്ടത്. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള മാധ്യമങ്ങൾ വേണ്ട ഇത് മുൻപന്തി കൊണ്ടുവരേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ശ്രീ പ്രസന്നൻ പറഞ്ഞത്. പലപ്പോഴും എല്ലാവർക്കും ഒരേ നിയമമാണ് മുന്നിലുള്ളതെങ്കിലും ചിലരുടെ കാര്യത്തിൽ ആ നിയമങ്ങളൊന്നും പാലിക്കപ്പെടാറില്ല എന്ന അവസ്ഥ കൂടി നമ്മുടെ രാജ്യത്തുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനസാണ് കോട്ടയത്ത് നിന്നും. ശ്രീ അനസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രണ്ട് പ്രധാനപ്പെട്ട രാജികളാണ് ഈ ഞായറാഴ്ച സംഭവിച്ചത്. ആ രാജികൾ അങ്ങനെ വെറുതെ അങ്ങ് സംഭവിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ സ്വമേധയാ അവരാരും വന്ന് രാജിവെക്കുകയൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് സാധാരണ ഇതിൽ ആളുകൾ പറയുന്നത് പോലെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒതുങ്ങുമോ? ശ്രീ അനസ്, പറയാം. അനസിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ അനീഷാണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ അനീഷ്, താങ്കൾക്ക് പറയാം. ശ്രീ ബാബു ആണ് പാലക്കാട് നിന്നും. ശ്രീ ബാബു, താങ്കൾ ഈ ചോദ്യം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പറയാം. പറയാം, കേൾക്കുന്നുണ്ടോ സാർ? പറഞ്ഞോളൂ. ഞാൻ വേറെ ഇതിന്റെ വേറൊരു വശമാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഹലോ, പറഞ്ഞോളൂ. അപ്പൊ ഇത് നമ്മൾക്കിപ്പോ സ്ത്രീ ഇത് പറയുന്നു. ഇപ്പൊ നമ്മുടെ തിലകൻ സാറിനെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വേറെ ഈ നമ്മൾ സെക്സിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാര് മമ്മൂട്ടിനെ കുറിച്ച് അടക്കം അങ്ങനെ പല ഇതും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞ വിഷയത്തിനെ ഒരു ചെറിയൊരു കാര്യത്തിൽ ഇങ്ങനെ ഇതാക്കില്ലേ എന്ന് തോന്നലുണ്ട്. പിന്നെ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോളെ സാർ. ഇതിപ്പോ ഇത് ശരിയായ നടപടി ആണോ? ഇതൊക്കെ ശരിയാണ്, അതാണ് എന്റെ സംശയം. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാൻ ഒക്കെ കഴിയും. പക്ഷേ അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കുക, പരാതിയിൽ നടപടി സ്വീകരിക്കുക. ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ തീർച്ചയായും ആ പരാതി തള്ളിക്കളയാ. അതിന് രാജ്യത്തൊരു സംവിധാനം നന്ദി. പക്ഷെ എനിക്കിത് ആർക്ക് വേണമെങ്കിലും എന്തുകൊണ്ട് പറയുമ്പോൾ ഇതൊരു മോശം ഒരു പ്രവണതയ്ക്ക് പോകുമെന്നുള്ളൊരു പേടിയുണ്ട്.
ശരി, ഓക്കെ. അത് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ എന്തായാലും രാജ്യത്തെ നിയമം അനുസരിച്ച് ആ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിശോധിക്കപ്പെട്ട ശേഷമാണ് അതിൻ്റെ തെറ്റുകാരാണോ അതോ അതിൽ നിരപരാധിയാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത്. പക്ഷേ പരാതി അതിൻ്റെ പേരിൽ തള്ളിക്കളയുക എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അമ്പിളിയാണ് ചേർത്തലയിൽ നിന്നും. ശ്രീ അമ്പിളി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. വാർത്ത, ഈ ന്യൂസ് 8 വാർത്ത തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മറ്റേ ധർമ്മജൻ സംസാരിച്ചപ്പോ ആ മേഡത്തോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനെയാണ് സിനിമ ലോക അറിയപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ, അല്ലേ? അപ്പൊ ആ മേഡത്തോട് സംസാരിച്ചത് വളരെ മോശമായി പോയി. ഞാൻ ഉച്ചക്കത്തെ ആ ഒരു കോള് വിളിച്ചപ്പോഴുള്ള സംസാരം ധർമ്മജന്റെ കേട്ടിരുന്നു. അതൊന്ന്. പിന്നെ സർക്കാർ ഇപ്പൊ നിയമ കമ്മിറ്റി വെച്ച് ആ റിപ്പോർട്ട് തേടി 4.5 വർഷം അത് പൂട്ടിവെച്ച്. പക്ഷെ ഇങ്ങനെയുള്ള കേസൊക്കെ ഇത്രയും വർഷം നീണ്ടുപോയതിലാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരെന്ന നിലയിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് കേൾക്കുമ്പോൾ. ഇന്ന് ഉച്ചയ്ക്ക് ആ കുട്ടി കരഞ്ഞ് സംസാരിക്കുമ്പോൾ എത്രമാത്രം വിഷമങ്ങളും ഭാരവും അന്ന് ആ കുട്ടി ആ വിഷയത്തിന്റെ മേൽ അനുഭവിച്ചിട്ടുണ്ടാവും. അറിയാതെ ഇന്ന് ഉച്ച സമയത്ത് എന്റെയും കണ്ണ് നിറഞ്ഞുപോയി. മനസ്സിലായോ? അപ്പോൾ പക്ഷേ നമ്മുടെയൊക്കെ കണ്ണ് നിറയുന്നുണ്ടെങ്കിലും ഇതിന് നടപടി എടുക്കേണ്ട ആളുകൾ ആ തരത്തിലേക്കുള്ള നടപടി ഇപ്പോഴും എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ഏത് വമ്പന്മാരാണെങ്കിലും നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല തക്കതായ ശിക്ഷ. ഇനി ഇതൊരിത്തരും ഒരു സ്ത്രീകളുടെ മേൽ ആവർത്തിക്കരുത്. നമ്മുടെ നാട്ടിൽ ഈ വളരെ വ്യക്തമാണ് ശ്രീ അമ്പിളിയുടെ വാക്കുകൾ, അമ്പിളിയുടെ വാചകത്തിലെ ആത്മാർത്ഥത കൂടി വ്യക്തമാക്കുന്നതാണ്. അതുലാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ അതുൽ, രണ്ടുപേരുടെ രാജി കൊണ്ട് മാത്രം നിർത്തേണ്ടതാണോ ഇത്? ശ്രീ അതുലിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബിജു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ബിജു, രാജി തന്നെ അതൊരു മഹത്തായ, ചില രാജികളൊക്കെ നമുക്ക് അതൊരു ധാർമ്മികതയുടെ പേരിൽ മഹത്താണ് എന്ന് തോന്നും. പക്ഷേ ഈ 2 രാജികളെക്കുറിച്ച് നമുക്ക് എന്തായാലും തൽക്കാലം അങ്ങനെ പറയാൻ കഴിയില്ല. അത്തരത്തിന് ഏതെങ്കിലും തരത്തിലൊരു മഹത്വമായ രാജിയാണ് എന്നുള്ളത്. കൂടുതൽ നാറുന്നതിന് മുമ്പ് രാജിവെച്ചു എന്നതിന് അപ്പുറത്തേക്ക് പറയാനും കഴിയില്ല. പക്ഷേ ഈ രാജി കൊണ്ട് മാത്രം അവസാനിക്കേണ്ടതാണോ ഇത്തരം വിഷയങ്ങൾ? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞു. സാറേ ഇതിലിപ്പോ ഈ പറയുന്ന വിഷയങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് ഇവര് നിയമ കമ്മിറ്റി വെച്ചു, ഇവര് നിലപാട് ഇപ്പൊ 4 വർഷം കൊണ്ട് അവർ പൂഴ്ത്തി വെച്ചെന്നൊക്കെ ഇവർ പറയുന്നു. പക്ഷെ ഇവര് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മുമ്പൊരിക്കല് നമ്മുടെ മഹാനടനായ തിലകൻ സാറിനെ തൊഴിൽ ഇവര് തടസ്സപ്പെടുത്തി വെച്ചു. സാറേ, ഇവർക്കൊക്കെ എന്ത് അധികാരമാണ് സാറേ? ഇവർക്കൊക്കെ എന്ത് പ്രയോറിറ്റിയാണ് ഈ സമൂഹത്തിൽ കൊടുത്തിരിക്കുന്നത്? ഇവരൊക്കെ ആരാ ഇവരൊക്കെ വിചാരം? ഒരു സിനിമയെന്ന് പറഞ്ഞ ഒരു മഹത്തായ കല ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ ഇതിന് എന്താ പറയാ കുറെ സ്ത്രീകളെ ചൂഷണം ചെയ്യുക, ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നിട്ട് അവനെയൊക്കെ പിടിച്ച് ചലച്ചിത്രത്തിന്റെ എന്താ പറയാ പ്രമുഖ സ്ഥാനത്തൊക്കെ ഇരുത്തുക. ഇതൊക്കെ ഈ അരിയാഹാരം തിന്നുന്ന ഒരു മനുഷ്യൻ ഇതൊന്നും അങ്ങോട്ട് ദഹിക്കാൻ കഴിയുന്നില്ല അവരൊക്കെ കാണുമ്പോൾ. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് സിനിമാ നടന്മാർ, ഒന്ന് ഈ രാഷ്ട്രീയക്കാരന്മാർ. ജനങ്ങൾ മടുത്തു തുടങ്ങി, ജോമാരെ ഈ അഭിപ്രായങ്ങൾ കണ്ടു തുടങ്ങി. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് താങ്കളുടെ അഭിപ്രായം അങ്ങനെ നമുക്ക് എല്ലാവരെയും അങ്ങനെ പറയുന്നതും ശരിയല്ല എന്നുള്ളത് കൂടിയുണ്ട് ഏത് മേഖലയിലായാലും. നമുക്ക് ചെന്നൈയിൽ നിന്ന് ശ്രീ പ്രേമൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രേമൻ, താങ്കൾ കേരളത്തിൽ നടക്കുന്ന വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നറിയാം. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇത് പല പ്രമുഖരായിട്ടുള്ള പലരും ഇന്നും പുറത്തു നിൽക്കുക, വൻ സ്രാവുകൾ പുറത്തു നിൽക്കുക, ചെറുമീനുകൾ മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാല് ഇത്തരത്തിലുള്ള ഈ സംഭവവും വളരെ നിയമ നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇവര് ഈ കുറച്ചോ കാലമായിട്ട് തുടരുന്ന ഇത്തരം സംഭവങ്ങൾ അത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വൻ സ്രാവുകൾ എന്നും പുറത്തു നിൽക്കുക, അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ ക്രിമിനലുകളെ ഈ സിനിമയിൽ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ മേഖലയിൽ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ്. അത് ശുദ്ധീകരണം അനിവാര്യമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ പുറത്തു വന്ന ഭാഗങ്ങൾ തന്നെ. പുറത്തു വരാനിരിക്കുന്ന ഭാഗങ്ങൾ ഇതിനേക്കാളും ഭീകരമാണ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കൊല്ലത്ത് നിന്ന് ശ്രീ ബിനു കൂടി ചേരുന്നുണ്ട്. ശ്രീ ബിനു, താങ്കൾക്ക് പറയാം. ബിന്ദു, ക്ഷമിക്കണം, ബിന്ദുവാണ്, ഞാൻ കേട്ടതിലെ പിഴവാണ്. ശ്രീ ബിന്ദു പറയാം. ശ്രീ ബിന്ദു കേൾക്കാമോ? ബിന്ദു കേൾക്കാമെങ്കിൽ താങ്കൾക്ക് പറയാം. രാജേഷ് കുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ രാജേഷ്, ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് താങ്കൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ 2 പ്രധാനപ്പെട്ട രാജി വന്നിരിക്കുന്നു. പക്ഷേ ഈ രാജി കൊണ്ട് മാത്രം നിർത്തേണ്ടതാണ്? അതിനപ്പുറം ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്?
തീർച്ചയായും സാർ. ഇത് മാധ്യമങ്ങളാണ് ഇതിന് മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഗവൺമെന്റിനോടോ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളോടോ നമ്മൾക്ക് വിശ്വാസത ഇല്ലാത്തത് കൊണ്ട് മാധ്യമങ്ങളെ ചെറിയൊരു രീതിയിൽ വിശ്വാസമുണ്ട്, ചെറിയ രീതിയിൽ മാത്രം. ആ വിശ്വാസം നിങ്ങളെ ഇല്ലാതാക്കി നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലെതിരെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലും അതുപോലെ തന്നെ പല മേഖലകളിലും നടക്കുന്ന പല മേഖലകളിലും പല ഓഫീസുകളായാലും മറ്റുള്ള പല മേഖലകളിലും നടക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗം മാത്രമായിട്ടാണ് നമുക്കിപ്പോ അറിയാൻ പറ്റിയിട്ടുള്ളത്. ആ അറിയാൻ പറ്റിയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾ മാധ്യമങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും മുൻകൈ എടുത്ത് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. കോടതിയെ പോലും നമുക്ക് വിശ്വാസം യോഗ്യത അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കോടതി പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ് കോടതി പോലും ആണെന്നുള്ള ഒരു തീരുമാനം, ഒരു അഭിപ്രായമാണ് എന്റെ ഉള്ളത്. അപ്പൊ നിങ്ങള് കുറെ ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഈ വിഷയം നിരന്തരം ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുക എന്നതിന്റെ അർത്ഥം കേരള സമൂഹം കൂടി നിരന്തരം ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ രാജിയിലേക്കൊക്കെ ഇവരൊക്കെ അള്ളിപ്പിടിച്ചിരുന്ന മനുഷ്യരാണ് അവരൊക്കെ രാജിയിലേക്ക് എത്തേണ്ട അവസ്ഥയുണ്ടായത്. അത് മാത്രം പോരാ, കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടത് തന്നെയാണ്. ശ്രീ റെജിയാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രജി താങ്കൾക്ക് പറയാം. ഹലോ, ശ്രീ പ്രജി അല്ലേ? അതെ അതെ അതെ. ഞാൻ ഈ ലൈവ് പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇത് എന്നാന്നറിയോ, ഇപ്പൊ 2 ദിവസമായി വേറെ ഒരു വാർത്തയും കേരളത്തിൽ ഇല്ല. ഒരു വാർത്തയും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ചില പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി അതിന് കൂടുതൽ സമയം കൊടുക്കണം. നാണംകെട്ട പരിപാടി എന്നല്ലാതെ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇതൊക്കെ അധികാരികൾ എടുക്കേണ്ട നിലപാടുകളും നടപടികളും സമയമായി ഇത് എടുത്തിരുന്നുവെങ്കിൽ ഇതൊന്നും ഇത് അറിയത്തില്ലാത്ത പിള്ളേർ പോലും ഇപ്പൊ TV വെച്ച് കഴിഞ്ഞാൽ ഈ പീഡനം, ലൈംഗിക ഇടപാട് മാത്രമേ വാർത്തയുള്ളൂ. ശരി, ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം. ശരി, അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ഈ രാജി കൊണ്ട് മാത്രം ശക്തമായ നടപടി വേണ്ടേ എന്നുള്ളത് തന്നെയാണ്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഷ്റഫാണ് കാലിക്കട്ട് നിന്നും. ശ്രീ അഷ്റഫ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ രാജിക്കൊക്കെ അപ്പുറത്തേക്ക് അതീവ ഗൗരവമായ, മലയാളിക്കാകെ നാണക്കേടുണ്ടാക്കുന്ന, മലയാളികളായ മുഴുവൻ മനുഷ്യർക്കെന്നാണ്, സിനിമാ മേഖലയിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. അതിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നാലും ഈ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നാലും ചെയ്യേണ്ടതല്ലേ? അല്ല, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സഹോദര, കാരണം കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ മറ്റു വിഷയങ്ങളില്ല എന്ന്, വിഷയദാരിദ്ര്യമുണ്ടോ എന്നൊരു തോന്നൽ ഞങ്ങളെപ്പോലുള്ള വളരെ സീരിയസ് ആയിട്ട് ഈ സിനിമാ മേഖലയെ കാണുന്ന പ്രേക്ഷകൻ എന്ന നിലക്ക് ഞങ്ങൾക്ക് തോന്നിപ്പോവാണ്. സത്യത്തില് കുടുംബസമേതം TV തുറന്നു വെക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും അധപ്പതിച്ച ഒരു മേഖലയായി സിനിമാ മേഖല മാറുന്നു എന്ന് കാണുമ്പോൾ വളരെ ഖേദകരമുണ്ട്. കഴിഞ്ഞ 10-40 വർഷമായിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് നാറിയ കഥകളുണ്ട് എന്ന് നമ്മൾ കേട്ടുകേൾവിയുള്ളൂ. നമുക്ക് ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ താങ്കൾ പറഞ്ഞതുപോലെ, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ, അതായത് പലരും ആരാധിക്കുന്ന വലിയ വിഗ്രഹങ്ങളെന്ന് വിചാരിക്കുന്ന പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴുന്നു. പക്ഷെ ഇതിന് മറ്റൊരു വിരോധാഭാസം കൂടെ ഉണ്ട്. നമുക്ക് ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഞാനിത് കാലങ്ങളായിട്ട് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലല്ലോ സഹോദര തുറന്നു പറയേണ്ടത്. നമ്മൾ മലയാളികൾ ആർജവമുള്ള അങ്ങനെയൊക്കെ ശ്രീ അഷ്റഫ് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇതുപോലെ പലരും തുറന്നു പറയാൻ ഇപ്പോഴും മടിക്കുന്നത്, സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുറന്നു പറഞ്ഞവരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. പല പ്രമുഖ നടികളും ഈ വിഷയത്തിലൊക്കെ ശക്തമായ നിലപാടെടുത്തിട്ട് അവരെയൊക്കെ തന്നെ ഈ സിനിമയിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഔട്ടാക്കുന്ന രീതിയിലുള്ള ഒരു, കഴിഞ്ഞ പല നടികളുടെയും പേരൊക്കെ എടുത്താൽ നമുക്കറിയാം, അങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അവരെ ഫോക്കസായി നിന്ന് അവരെ പൂർണ്ണമായും പുറത്താക്കുന്ന അവസ്ഥയൊക്കെയുള്ള വലിയ ആളുകളാണ് ഇവരൊക്കെ. പവർഫുൾ ലോബിയാണ്. അവർക്കെതിരെയൊക്കെ പറയുന്നത് എല്ലാവർക്കും യഥാസമയം പറയാൻ കഴിയണം എന്നൊന്നുമില്ല. അല്ല, ഇതൊരു വെള്ളി വെളിച്ചമാണ്. ഇതിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് ഇതിന് പുറത്തു പോകാൻ പ്രയാസമുണ്ട്. ഈ സിനിമാ മേഖലയുടെ ഒരു പ്രത്യേകത അതെയാണ്. ഗ്ലാമറിനപ്പുറത്തേക്ക് ഭാരിച്ച സമ്പത്ത് കൈമുതലായി വരുന്നുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, സെലിബ്രിറ്റികളായി പ്രത്യേകിച്ച് അഭിനേതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സിനെ എടുത്തു നോക്കിയാൽ നമ്മൾ. ശരി, ഓക്കെ, എന്നാൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രേക്ഷകരുടെ കൊട്ടിയത്ത് നിന്നും നിഖിലാണ് അടുത്ത പ്രേക്ഷകൻ എത്തുന്നത്. ശ്രീ നിഖിൽ, കേരളത്തിൽ 2 പ്രധാനപ്പെട്ട തലകളാണ് ഇന്ന് ഉരുണ്ടത്. രാജിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ സ്വയം ചെയ്തതാണ് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ന്യായീകരിക്കാം. പക്ഷേ സാമാന്യ ചിന്തിക്കുന്ന മനുഷ്യർക്ക് അങ്ങനെ മാത്രം കാണാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? അതിനപ്പുറമുള്ള നടപടികൾ വേണ്ടേ? നമസ്കാരം സാറേ. ഇതിനപ്പുറമുള്ള നടപടികൾ വേണം. നിങ്ങൾ മാധ്യമങ്ങൾ ഇതിന് നല്ല രീതിയിൽ ഈ വാർത്ത, എല്ലാവരും പറയുന്ന വാർത്ത കാണിക്കുന്നുണ്ട്. കാര്യം ഇതിനുള്ളിൽ ഏത് പുകമറയായാലും കളയാനുള്ള
ഒരു സിസ്റ്റം. നിങ്ങൾ മാധ്യമങ്ങൾ അത് തന്നെ ഇത് മുമ്പോട്ട് തന്നെ അത് കൊണ്ടുപോകണം. കാര്യം ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ പുറത്തെ അവരെല്ലാം ഇറങ്ങണം. അതിന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതിന് മുൻകൈ എടുക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്നാലും അത് നല്ല രീതിയിൽ പോകണം. ഇതിനകത്ത് അനുഭവിക്കുന്ന ആരായാലും, അതിന് സാമ്പത്തികയോ ആൾക്കാരെ വലിപ്പച്ചെറുപ്പം നോക്കിയാലും ആരായാലും അത് കർശനമായ ശിക്ഷാ നടപടി കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എറണാകുളത്ത് നിന്നും ശ്രീ ഷെറീഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷെറീഫ്, ഈ രാജിക്കപ്പുറം അതിശക്തമായ നടപടികൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും അതോടൊപ്പം തന്നെ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നാലും വേണ്ടതല്ലേ? തീർച്ചയായും അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ നടിയെ ആക്രമിച്ച കേസിൽ ആ ഗവൺമെന്റ് എടുത്ത നിലപാട് കൊണ്ട് മാത്രമാണല്ലോ ഇപ്പോൾ ആരോപിക്കപ്പെട്ട പ്രതിസ്ഥാനത്തേക്കുന്ന ആ പ്രതിയെ വിചാരണ ചെയ്യാനും കോടതി കേസെടുക്കാനും ഒക്കെ തയ്യാറായത് ആ ഗവൺമെന്റ് ഒരു ഇച്ഛാശക്തിയാണ്. മറിച്ചൊരു ഗവൺമെന്റ് ആണെങ്കിൽ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് രൂപപ്പെട്ട WCC ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ അത് നിരാകരിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്തില്ല. ആ ഗൗരവത്തോടു കൂടി തന്നെ അദ്ദേഹം ഒരു കമ്മിറ്റിയെ പരിചയസമ്പന്നയായ ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെയും സിനിമാ മേഖലയിലെ ശാരദയെയും മറ്റു സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ച് അവർ 2 കൊല്ലക്കാലം കൊണ്ട് അവർ അന്വേഷണ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു ഈ സിനിമാ രംഗത്ത് നിന്ന് തന്നെ. അതെല്ലാം അതിജീവിച്ച് ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകി. അത് ഇപ്പോൾ വെളിച്ചത്ത് വരാനുള്ള ഈ ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. ആ ഗവൺമെന്റ് രണ്ടുപേര് രാജിവെക്കേണ്ടി വന്നു. ശ്രീ ഷെറീഫ്, നമ്മൾ ആ ഇച്ഛാശക്തി ഒന്നും കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറമുള്ള നടപടികൾ കൂടി ഈ റിപ്പോർട്ട് വന്നപ്പോൾ അതിന്റെ ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി ആരെങ്കിലും ഒരാൾ പരാതി തരട്ടെ, പരാതി തരുമ്പോൾ പരിശോധിക്കാം എന്നുള്ളതല്ലോ. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സർക്കാരിനില്ലേ? ആ ഒരു ആർജവം കൂടി കാണിക്കണ്ടേ? ഇതുവരെ കാണിച്ച ആർജവത്തെ ആരും തള്ളി പറയുന്നില്ല. പക്ഷെ തുടർന്നും അത് കാണിക്കണ്ടേ? തീർച്ചയായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ ഇങ്ങനെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗ്ലാമറുകളുടെയും പണാധിപത്യത്തിന്റെയും ഒരു ലോകമാണ്. ആ മീഡിയ ഇതിനെതിരെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ലോകത്തൊന്ന് ഇന്ത്യ രാജ്യത്ത് നല്ല ലോകത്ത് ഷെരീഫ് അതെല്ലാം സമ്മതിച്ചു. നമ്മൾ അതിനെ ആരും തള്ളി പറയുന്നില്ല. അതിനെ പൊതുസമൂഹം സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യരാരും തള്ളി പറയുന്നില്ല. പക്ഷെ അതിനപ്പുറം അതുകൊണ്ട് മതിയോ? അതിനൊരു വെളിപ്പെടുത്തൽ വന്ന് അത് ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടെ നടപടികൾ വേണ്ടേ? തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും അവസാനിക്കുകയില്ല. ഇതിന്റെ ബന്ധപ്പെട്ട എല്ലാവരുടെയും പൊയ്മുകൾ അണിഞ്ഞു വീഴുകയും ഇപ്പൊ രാജിവെച്ചില്ലേ, ഇതുപോലെ ഓരോന്ന് പുറത്തു കൊണ്ടും ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇച്ഛാശക്തി കൊണ്ട് തന്നെ അതെല്ലാം തെളിയും എന്നത്. ശരി, അങ്ങനെ തെളിയണമെന്ന് തന്നെയാണ് സാധാരണ മനുഷ്യരുടെയും ആഗ്രഹം. എല്ലാ കാലത്തും ഒരു സർക്കാരുകളും ഇങ്ങനെ പവർഫുൾ ലോബിക്ക് മുന്നിൽ പകച്ചു നിൽക്കരുത്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അധികാരങ്ങളെല്ലാം മുട്ടുമടക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ് സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. അവർക്ക് കിട്ടുന്ന നീതി മറ്റവർക്കും കിട്ടണം, അല്ലെങ്കിൽ ചിലർ മാത്രം വലപൊട്ടിച്ചു പോകരുത് എന്നുള്ളത് തന്നെയാണ് പൊതുവികാരം. ശ്രീ റിയാസ് ആണ് കൊല്ലത്തു നിന്നും. ശ്രീ റിയാസ്, താങ്കൾക്ക് പറയാം. റിയാസ്, ആ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. റിയാസ്, TV മ്യൂട്ട് ചെയ്യോ? ഞാൻ പറയുന്നത് ഈ പരാതികൾ റിയാസാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഈ പരാതികൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഈ പരാതികൾ വരുന്നുള്ള വ്യക്തി പരാതി പറഞ്ഞാൽ ഈ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് വ്യക്തി പരാതി കൊടുത്താലേ നമുക്ക് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. വ്യക്തി പരാതി പറയുന്നത് ഒരു മേഖലയിൽ കൊടിയ അനീതി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതിൽ നേരിട്ട് ഇടപെടാൻ സർക്കാരിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. എങ്ങനെ ഏത് മാർഗങ്ങളാണ്? ആരുടെ പേരിൽ ഈ സർക്കാരിന് ഏതെല്ലാം തരത്തിൽ അതിന് അന്വേഷണങ്ങൾ നടത്താം. ആ തരത്തിൽ അന്വേഷണം നടത്തിയിട്ട് ഇവരെ ഇരകളെ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നൊക്കെ നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു കൊടിയ അനീതി നടക്കുന്നു എന്ന് സർക്കാർ അറിയുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു ഇര വന്ന് പരാതി പറയട്ടെ, എന്നാൽ മാത്രമേ ഞങ്ങൾ അതിനെക്കുറിച്ച് തുടരന്വേഷണം നടത്തൂ എന്ന് പറയുന്ന വാദത്തിനെ അങ്ങനെ സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൂടി നിങ്ങൾ ആലോചിക്കണം. അത്രത്തോളം അങ്ങ് ന്യായീകരിക്കരുത്. അല്ല, സർക്കാർ പറയുന്നത് ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവർക്ക് നടപടിക്കും. ഒരു നായിക വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ അത് ആക്ഷൻ എടുക്കുന്നുണ്ടോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആക്ഷൻ എടുത്തില്ല സർക്കാരിനെ നിങ്ങൾ കുറ്റം പറയാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ആ വർത്താനം അത് ശരിയുള്ള കാര്യം. പറഞ്ഞാലും സർക്കാരിനെ കുറ്റം പറയുന്ന അവസ്ഥയല്ല. സർക്കാർ ഈ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചതിനും അതിനുമെല്ലാം സർക്കാരിനെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത്ര ഗുരുതരമായൊരു കുഴപ്പം, അല്ലെങ്കിൽ മലയാളിക്കാകെ നാണക്കേടായ ഒരു കുഴപ്പം സിനിമാ മേഖലയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്തം ഏത് സർക്കാരിനാലും ഉണ്ട്.
അത് ചെയ്യാതെ അതിനെ ന്യായീകരിക്കാൻ ആര് വന്നാലും ഹേമ കമ്മിറ്റി നിർമ്മിച്ചത് സർക്കാർ തന്നെയല്ലേ ഹേമ കമ്മിറ്റി. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞല്ലോ, ആ കമ്മിറ്റിയെ വെച്ചതിനെ ആരെങ്കിലും തള്ളി പറഞ്ഞു? അത് നല്ല നടപടിയാണ്, അതിനെ ആർജവത്തോടു കൂടിയുള്ള നടപടിയാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം എടുക്കേണ്ട നടപടി കൂടി എടുക്കണ്ടേ? അപ്പൊ സർക്കാർ അതിന് ഇനിയുള്ള ആക്ഷൻ ആരെങ്കിലും പരാതിപ്പെട്ടാലല്ലേ ആക്ഷൻ എടുക്കാൻ പറ്റൂ? ആളുകൾ പരാതിപ്പെടേണ്ട കാര്യമില്ല ഒരു ആക്ഷൻ സർക്കാർ എടുക്കുന്നതിന്. അതാ ഞാൻ ചോദിച്ചത്, ഒരിടത്ത് ഒരു അനീതി നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അനീതിയെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്? അതൊന്നും എടുക്കാതിരുന്നത് കൊണ്ടുവന്നത് സർക്കാരാണ്. അതല്ല എന്ന് പറഞ്ഞില്ലല്ലോ, അതല്ല എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ സർക്കാർ ആക്ഷൻ എടുക്കുന്നത് ഒരിക്കൽ ഒരാൾ നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് പിന്നീട് ചെയ്യുന്ന എല്ലാ തെറ്റിനെയും ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? ആക്ഷൻ എടുക്കുന്നില്ലെന്ന് സർക്കാർ ആക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് പറഞ്ഞത് എടുത്തില്ല എന്ന്. ഏത് സർക്കാർ? സിദ്ദിഖ് രാജിവെച്ചിനെതിരെ സിദ്ദിഖ് രാജിവെച്ചതല്ലോ. സിദ്ദിഖ് ഒരു സംഘടനയുടെ, ഒരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചാണോ വിഷയം? ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലേക്കുള്ള ഗുരുതരമായ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. സിദ്ദിഖിനെ കൊണ്ട് സിദ്ദിഖിന് അന്വേഷണം നേരിടേണ്ടി വരും. അത് തന്നെയാണ് വേണ്ടത്. രഞ്ജിത്ത് രാജിവെച്ചു, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നേരിടേണ്ടി വരും. ശരി, സിദ്ദിഖും രഞ്ജിത്തിലും ഒന്നും ഒതുങ്ങുന്നതല്ല ഈ വിഷയങ്ങൾ. അതിനപ്പുറത്തേക്കുള്ള ഗൗരവമായ പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞാൽ അത് എന്താണെന്ന് കണ്ടെത്തി അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനെ നിയമത്തിന്റെ സാങ്കേതികത്വം പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതല്ല ധാർമ്മികത. മുമ്പ് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നല്ലതല്ല എന്ന് ആരും പറയുന്നില്ല. ഈ സർക്കാർ അതിന് ആർജവം കാണിച്ച സർക്കാരാണ്. അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് തുടർ നടപടികളിലും അതേ ആർജവം തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വിഷയമാണ് പ്രതികരണങ്ങളിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിൽ നമുക്ക് തുടർന്നും ചർച്ച തുടരാം. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക്. സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും രാജി കൊണ്ട് അവസാനിക്കേണ്ടതാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലുകൾ? അതിനപ്പുറമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നാലും സിനിമാ മേഖലയിലെ സംഘടനകളുടെ ഭാഗത്തു നിന്നാലും എല്ലാം ഉണ്ടാവേണ്ടതല്ലേ? ഇത്രയൊക്കെ ഗുരുതരമായ നാണക്കേടുകൾ ഉണ്ടായിട്ടും ആ നാണക്കേടുകൾക്ക് തിരുത്തലുകൾ വരുത്തേണ്ടവർ ഇപ്പോഴും മൗനത്തിലാണ് എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. റാഫേലാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ റാഫേൽ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് ഈ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ സൂപ്പർവിഷനിൽ ഒരു അന്വേഷണം നടത്തണമെന്നാണ്. ഹലോ, ശരി, കേൾക്കാം. അന്വേഷണം നടത്തണമെന്ന്. അതുപോലെ തന്നെ ഇത് ഈ സർക്കാർ ഇത്രയും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നേരത്തെ സർക്കാരിന്റെ നടപടികൾ തുടങ്ങാമായിരുന്നു. ഞാൻ ഒരു CPM-കാരൻ തന്നെയാണ്, എന്നാലും ഞാൻ പറയുകയാണ്, സർക്കാരിന് നേരത്തെ ഇതിന്റെ അന്വേഷണം നടത്താമായിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ സൂപ്പർവിഷനിൽ ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരികയും വേണം. പിന്നെ അതുപോലെ ഈ വേട്ടക്കാരന്മാരുടെ പേര് പ്രസിദ്ധപ്പെടുത്തണം. ഈ ഓരോ അന്വേഷണ ഘട്ടത്തിലും വേട്ടക്കാരുടെ പേര് വെളിപ്പെടുത്തണം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും ശ്രീ പുഷ്പരാജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പുഷ്പരാജൻ, താങ്കൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന നാണക്കേടിന്റെ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാവും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ വർഗീസ് ആണ് അങ്കമാലിയിൽ നിന്നും. ശ്രീ വർഗീസ്, താങ്കൾക്ക് പ്രതികരിക്കാം. സാർ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. എനിക്ക് 4.5 വർഷം ഇത് പൂത്തിവെച്ചിരുന്നു. ഇത് പൂത്തിവെച്ചത് ആരാണ്? അതിന് നടപടി വേണം. 2, ഇതില് കൊമ്പന്മാരെന്ന് പറയുന്ന ആളുകൾ എത്ര പേരുണ്ട്, അവരുടെ പേരൊന്ന് പുറത്തു വിടണം. 3, പവർ ടീം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേര് ഒന്ന് പുറത്തേക്ക് വിട്ടാൽ ഞങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ നാണക്കേടായി തുടങ്ങി. അതുകൊണ്ട് ഇവരുടെ പേരൊക്കെ ഒന്ന് ഈ പുറത്തേക്ക് വിട്. ഇത്രയോ പറയാനുള്ളൂ. ഞാൻ ചുരുക്കി നമുക്കറിയാമായിരുന്നെങ്കിൽ നമ്മൾ ഈ പേരുകളൊക്കെ പുറത്തു വിടാമായിരുന്നു. പക്ഷെ എന്തായാലും റിപ്പോർട്ടിലെ ആ ഭാഗങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. തൽക്കാലം നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ പേരുകൾ ഊഹിച്ചു പറയുന്നതിൽ അനൗചിത്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. സന്തോഷാണ് മൂവാറ്റുപുഴയിൽ നിന്നും. ശ്രീ സന്തോഷ്, ഈ രണ്ടുപേരുടെ രാജി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ രാജി വെക്കേണ്ടി വന്നതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ധാർമ്മികത എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ രാജി കൊണ്ട് അവസാനിക്കേണ്ടതാണ്. അതിനപ്പുറമുള്ള നടപടികൾ ഉണ്ടാവേണ്ടേ? തീർച്ചയായിട്ടും വേണം സാർ, തീർച്ചയായിട്ടും വേണം. കാരണം ഇതിപ്പോ ഞാൻ കുടുംബമായിട്ടിരുന്ന് ആദ്യം സുഹൃത്ത് പറഞ്ഞ മാതിരി കുടുംബമായിട്ടിരുന്ന് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. സർക്കാരിന്റെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ള ഒരു സംശയം സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. കാരണം നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിച്ച വരുന്ന സർക്കാരാലോ ഇങ്ങനെ കാണിക്കാൻ കൊള്ളൂല. സിനിമ തന്നെ കാണണ്ടാന്ന തീരുമാനം നമ്മുടെ കുടുംബത്തിലെടുത്തേക്ക് പോയി ഇനി മുതൽ. കാര്യം അത് ശരിയല്ല എങ്കിലും അത് ആ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. പിന്നെ ചാനലുകാരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ട് സാർ. എന്താന്ന് വെച്ചാൽ ഏതൊരു ചാനലിനോട് ആദ്യം പറഞ്ഞിട്ട് അവർ പുറത്ത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചാനലിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അവർക്ക് തെറ്റുപറ്റി ഇനി അത് ആവർത്തിക്കരുത് അവർ ചാനലുകാരും.
ശരി, ചാനലുകാരുടെ അതാണ് കാരണം. എന്നാ വെച്ചാൽ അത് ഏത് ഭാഗത്ത് ചാനലാണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഏത് ചാനലാണെങ്കിലും അത് നിങ്ങൾ പറയണം, പേര് ആരാണെങ്കിലും പറയണം. അതാണ് ഏറ്റവും നല്ലത്. ആ ചാനലിന്റെ ഗ്രേഡ് കൂടുള്ളൂ, പറയാതെ ഒരിക്കലും ഇരിക്കരുത്. താങ്കൾ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ചാനലല്ല ആ വിഷയത്തിൽ. ആർക്കാരും തെറ്റുപറ്റിയാൽ ആ തെറ്റ് തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് മനുഷ്യ സഹജമാണ് അത്തരം കാര്യങ്ങളൊക്കെ. അതുൽ കൃഷ്ണയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ അതുൽ, ഈ മലയാള സിനിമയിൽ നിന്ന് വന്ന കഥകളൊന്നും, അല്ലെങ്കിൽ കഥകളല്ല, മലയാള സിനിമയിൽ നിന്ന് വരുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ നാണക്കേടിൻ്റെതൊക്കെയാണ്. എന്നിട്ടും ഈ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാരോ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ള സംഘടനകളോ ഒന്നും ഇപ്പോഴും തയ്യാറാവുന്നില്ല. ഇങ്ങനെ മതിയോ? സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. ഞാൻ മെയിനായിട്ട് ഒരു കാര്യം ചോദിക്കാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാള സിനിമ എന്ന് പറയുന്നത് ഇന്ന് എന്തെങ്കിലും തുടങ്ങിയതാണോ? ഇല്ല. ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് എന്തെങ്കിലും തുടങ്ങിയതാണോ? അതുമല്ല. ഇത്ര നാളെടുക്കേണ്ടി വന്നോ ഇതിനൊക്കെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഇത് പുറത്തു കൊണ്ടുവരാനൊക്കെ ഇത്ര നാളെടുത്തു? ഇതൊന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല. എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് സിനിമകളുണ്ടാവും. ഈ ടൈമിലൊന്നും ഇതുപോലെ തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇവരൊക്കെ എന്തുകൊണ്ട് പുറത്തേക്ക് വന്നില്ല? ഇത് പുറത്തേക്ക് കൊണ്ടുവന്നില്ല. അതാണ് സമൂഹത്തിൽ കാലാകാലങ്ങളായി പലതരത്തിലുള്ള അനീതികൾ നടന്നിട്ടുണ്ട്. ആ അനീതികൾക്കെതിരെയൊക്കെ ആ കാലത്തൊക്കെ ചിലപ്പോൾ മനുഷ്യന് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മനുഷ്യർ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാവും, അല്ലെങ്കിൽ അധികാരങ്ങളുടെ വലിയ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ വഴങ്ങി നിൽക്കേണ്ടി വന്ന ഗതികേട് കൊണ്ടാവും. ഇതിന് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോ ഇതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്നുണ്ടോ? കാലം മാറുന്നുണ്ട്. ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നില്ലേ? രണ്ടുപേർക്ക് അവർ തെറ്റുകാരാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. രണ്ടുപേർക്ക് രാജിവെക്കേണ്ടി വന്നില്ലേ? പണമില്ലാത്തവൻ വേറെ തട്ടിലും തന്നെയാണ് സാർ. അങ്ങനെ പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും അനീതി ഉണ്ടെങ്കിലും അനീതിക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ തയ്യാറായി മലയാളത്തിലെ അഭിനേതാക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കം മുന്നോട്ട് വരുന്നു എന്നുള്ളത് പ്രതീക്ഷയുടെ വളരെ സ്വാധീനമുള്ളവൻ എപ്പോഴും ജയിച്ചെന്നെ നിൽക്കും സാർ. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഈ പണവും സ്വാധീനവും വലിയ സ്വാധീനശേഷിയും അധികാരശേഷിയും ഒക്കെ ഉള്ളവർ നെട്ടോട്ടം ഓടുന്ന കഥകളും താങ്കൾ വായിക്കുന്നില്ലേ അല്ലെങ്കിൽ കാണുന്നില്ലേ? വായിക്കുന്നുണ്ട്. പക്ഷെ അവരെ അല്ലെങ്കിൽ അവർ നീതി പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് എവിടെയാ? അത്യാവശ്യം ഒരു 3 നാളിനെങ്കിലും കാണിച്ചു തരാൻ പറ്റും. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ നമുക്ക് താങ്കളുടെ ആരോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർക്ക് നീതി കിട്ടുന്നതിനുള്ള പ്രയാസങ്ങൾ തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും പ്രതീക്ഷയുടെ വെളിച്ചം എന്തായാലും വീശുന്നുണ്ട്. മാറ്റം ഉണ്ടാവുന്നുണ്ട് സമൂഹത്തിൽ. അത് വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ്. അത് ഇനിയും കൂടുതൽ ശക്തമായി തന്നെ മുന്നേറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സജീവനാണ് ഉദയംപേരൂരിൽ നിന്നും. ശ്രീ സജീവൻ, ഇതിൽ അതിശക്തമായ നടപടികൾ, ശുദ്ധീകരണ പ്രക്രിയ നടപ്പാക്കണ്ടേ? നടപടി വേണം. കാര്യം നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ഫീൽഡിൽ. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. നമുക്ക് മക്കളും പിന്നെ സഹോദരിമാരും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അത് നിലവിൽ പിന്നെ കുറെ ഭാഗം നല്ല രീതിയിലും കൂടി നമ്മൾ ഇത് ചെയ്യണം. ആണുങ്ങളെ മൊത്തത്തിൽ മോശക്കാരാക്കരുത്. എല്ലാവരെയും മോശക്കാരാക്കുന്നില്ല, ഒരിക്കലും എല്ലാവരും മോശക്കാരായില്ല. അങ്ങനെ ഭൂരിപക്ഷം പേരും മോശക്കാരായിരുന്നെങ്കിൽ ഈ ഇൻഡസ്ട്രി ഇങ്ങനെ നിൽക്കില്ലല്ലോ. ആ തെറ്റ് ചെയ്ത ആൾക്കാരാ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്നുള്ള ഇനിയിപ്പോ ഒന്നും നടക്കില്ല. കാര്യം ഇതൊക്കെ ഇന്നലെ ബാലെ പറഞ്ഞ പോലെ 15 കൊല്ലം 20 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഒരു സംഗതി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള സ്ത്രീകൾക്ക് ഒരു സുരക്ഷിത സജീവൻ നമുക്ക് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, അതിന് വലിയ മാറ്റത്തിലേക്ക് വരും. എല്ലാ കാലത്തും ഇങ്ങനെ അധികാരികൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഹൃദയത്തിൽ നിന്ന് പറയണമാണ്, നിങ്ങൾ അംഗീകരിക്കണം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, താങ്കളുടെ വികാരം കൂടി വളരെ വ്യക്തമാണ്. അബ്ബാസ് ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ അബ്ബാസ്, താങ്കൾക്ക് പറയാം. സാറേ, ഈ വാർത്ത ഇപ്പൊ പുറത്തു കൊണ്ടുവന്നാൽ ഈ ചാനലുകാർക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്. കാരണം ചാനലുകാർ ഇത് പ്രസിംഗ് നടത്തിന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ ഇവര് രാജിവെക്കാനും ഈ പ്രശ്നങ്ങളൊക്കെ ഇവർ പുറത്തു വരാൻ. അങ്ങനെ നിങ്ങൾ അത്ര അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവൂല ചാനലുകാരെ. പിന്നെ സർക്കാരാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ തന്നെ. കാരണം ഈ 4 വർഷമായിട്ട് സർക്കാർ ഇതിന് മൂടി വെച്ച് ആരക്ഷിക്കാനാണ്. ഇതിന്റെ പിന്നിൽ സർക്കാർ തന്നെയാണ്. മറ്റുള്ള കൊമ്പന്മാരുടെ പേര് ഇതിന് പുറമെ വരാനുണ്ട്. അപ്പൊ 100% സർക്കാർ ഇതിന് ഉത്തരവാദിയാണ് സാർ. ഓക്കെ, ശരി. കേരളത്തിലെ മാധ്യമങ്ങളിലെ നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമയത്ത് ചില മനുഷ്യരെങ്കിലും മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നതിന് പ്രത്യേകം നന്ദിയുണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടത് ശരത്താണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശരത്ത്, താങ്കൾ ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടുപേരുടെ രാജി ഇന്നുണ്ടായിരിക്കുന്നു. പക്ഷേ ആ രാജിയിൽ മാത്രം അവസാനിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ, അതീവ ഗൗരവമായ വിഷയമല്ലേ. അതിൽ കൂടുതൽ അന്വേഷണങ്ങളും നടപടികളും കുറ്റക്കാർക്ക് ശിക്ഷയും ഒക്കെ വരേണ്ടതല്ലേ?
തീർച്ചയായിട്ടും വരണം. കാരണം സിനിമയിൽ കാണുമ്പോൾ എത്ര നല്ല കഥാപാത്രങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ. പക്ഷെ ഇപ്പൊ നടക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞോളൂ. കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് അപ്പൊ വ്യക്തികളും നന്നാവണമല്ലോ. കഥാപാത്രങ്ങൾ മാത്രം നന്നായാൽ പോലല്ലോ, വ്യക്തികളും നന്നാവണ്ടേ, നല്ല നാട് നന്നാവുള്ളൂ. അതെ, അത് തന്നെയാണ് വേണ്ടത്. കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ നല്ല നായകന്മാരായി, അനീതിക്കെതിരെ പോരാടുന്ന നായകന്മാരായി, ഉച്ചസ്ഥരം സംസാരിക്കുന്ന നായകന്മാരായിട്ടൊക്കെ മാറിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ കാണുന്ന വെറും വെള്ള പേപ്പറുകൾ മാത്രം ആയാൽ പോരെ. ജീവിതത്തിലും മനുഷ്യന് നന്നാവണം, എന്നാൽ മാത്രമേ എല്ലാം ശരിയാവൂ. ശരി, അത് തന്നെയാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മൾ വെള്ളിത്തിരയിൽ കാണുന്നത് പോലെയല്ല പല ആളുകളുടെയും ജീവിതമെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. ശ്രീരാജനാണ് കോഴിക്കോട് നിന്നും. ശ്രീരാജൻ, താങ്കൾ ഇപ്പോഴത്തെ ഈ രാജി കൊണ്ട് അവസാനിക്കേണ്ടതാണോ, അതോ അതിനപ്പുറത്തേക്ക് അന്വേഷണവും നടപടിയും ഒക്കെ വേണ്ടതല്ലേ? അതിൽ സർക്കാരിനായാലും ഈ സിനിമാ മേഖലയിലെ സംഘടനകളായാലും കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും ഒക്കെ പുലർത്തേണ്ടതല്ലേ? പ്രാവശ്യം കിട്ടിയോ? പറഞ്ഞോളൂ. ഞാൻ പരിപാടി വിളിക്കലുണ്ട്, കിട്ടുന്നില്ല. ഇപ്പോൾ എന്തായാലും കിട്ടിയല്ലോ, താങ്കൾക്ക് പറയാം. സാറ് പറഞ്ഞ കേൾക്കുന്നില്ല. ശ്രീരാജൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇല്ല, കേൾക്കുന്നില്ല. സാറ് പറഞ്ഞ കേൾക്കുന്നില്ല. ശരി, എന്നാൽ നമുക്ക് താങ്കൾ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. സാറേ, ഈ ആലിബാബയെ 41 കള്ളന്മാരും കളിക്കുന്നത് നല്ലത് ഈ പിണറായി തന്നെ ചങ്ങായി രാജിവെച്ചങ്ങ് പോയ പോരെ. അതിനെന്തിനാണ് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട വിഷയം എന്താണ് ഇതിനകത്ത്? അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ? അങ്ങനെ പ്രതിപക്ഷം പോലും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, എന്തൊരു പ്രശ്നം നേരിട്ടോട്ടെ, കിട്ടുന്നത് ഭരിച്ചോട്ടെ. ഇതെന്തൊരു സുഖമുണ്ട്. ഇതെന്താ ഇത് കഥ? വ്യവസ്ഥ തന്നെയല്ലേ പരിപാടി. ശ്രീരാജൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ ഒരു പൊതുവേദിയിൽ ഒരു ചാനലിലൊക്കെ വന്ന അഭിപ്രായം പറയുമ്പോൾ നമ്മൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടിയൊക്കെ പറയുക. താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നാട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര നാണക്കേടാകുന്നു. കാരണം നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന ഈ സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഒക്കെ ഇങ്ങനെ ഈ രൂപത്തിലാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ അറിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവരെ സിനിമ ഇനിയും കാണാൻ വേണ്ടി പോവുക? ശരി ശരി, രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ ഇവർക്കെതിരെ ഇവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം. ഇതുപോലെയുള്ള ഇനിയും വളർന്നു വരുന്ന പെൺകുട്ടികൾ സിനിമയിലേക്ക് വരാൻ വേണ്ടി മടിച്ചു നിൽക്കും. അവർക്ക് ഇതുപോലെയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ, അവർക്ക് കടുത്ത തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ വരും തലമുറ നമുക്ക് സിനിമ എന്ന് പറയുന്ന ഇത് നഷ്ടമാകും. അത് ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പാങ്ങോട് നിന്നും ശ്രീ രാജേന്ദ്രൻ നായരാണ് ചേരുന്നത്. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ലൈനിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ന്യൂസ് 18 പൊതുവേദി തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും രാജിയിൽ അവസാനിക്കേണ്ടതാണോ, അതിനപ്പുറം അന്വേഷണങ്ങളും കുറ്റക്കാരെ കണ്ടെത്തലും നടപടികളും ഒക്കെ വേണ്ടതല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഹരിദാസ് ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഹരിദാസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? ശ്രീ ഹരിദാസ്, കേൾക്കാമോ? ശ്രീ ഹരിദാസിന്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ ചെറിയ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കേരളത്തിലെ രണ്ടുപേരുടെ രാജിക്കപ്പുറത്തേക്ക് നടപടികൾ വേണ്ടതല്ലേ? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും സിനിമാ മേഖലയിലെ പ്രശസ്തമായ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ആയാലും ഈ ഗുരുതരമായ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെ കണ്ടെത്തി ആരാണ് കുറ്റവാളികൾ എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം കൂടിയില്ലേ എന്നുള്ള വിഷയമാണ്. മധുവാണ് ഹരിപ്പാട് നിന്നും. ശ്രീ മധു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഇത്രയും നാളായിട്ട് ഇപ്പൊ എത്ര വർഷമായിരുന്നു സാറിന് അറിയാവോ? ഇത്രയും നാളുമായിട്ട് ആരും എന്റെ പെങ്ങളോ അല്ലെങ്കിൽ മോളോ ആരാണെങ്കിലും ഇത്രയും നാളായിട്ട് അനങ്ങാതിരുന്നേക്ക് ഇപ്പൊ വന്നേച്ച് ഇന്ന ആള് തെറ്റ് അല്ലെ ഇന്ന ആള് ഇത് രാജിവെച്ചുകൊണ്ടോ ഇതൊന്നും കാര്യമില്ല. എല്ലാവർക്കും നീതി കിട്ടണം. അത് എന്തുവാണെന്ന് വെച്ചാൽ എല്ലാരും നമ്മുടെ ചാനലുകാരാണേലും. അപ്പൊ താങ്കൾ പറയുന്നത് ഈ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും മുൻകാലത്തുണ്ടായ ഒരു അനുഭവം പിന്നീട് ഒരിക്കലും തുറന്നു പറയരുതെന്നാണ്? നീതി കിട്ടണം, അത് നീതി കിട്ടണം. അത് ഇപ്പോഴല്ലേ ഇപ്പൊ സിദ്ദിഖോ അല്ലെ രഞ്ജിത്തോ അങ്ങനെയുള്ള വിഷയങ്ങളല്ല. ഇതിപ്പോ നേരത്തെ ഉള്ള ഒരു ഇതാ
കാലങ്ങളായി കഴിഞ്ഞു പോയല്ല, തിലകൻ മുതൽ ഇങ്ങോട്ട് കിടന്ന് കളിക്കുന്നതായത്. സാറേ ഓരോരുത്തർ പിന്നെ ഒരു പത്തമ്മറ്റ കമ്മിറ്റി അത് അല്ലെങ്കിൽ ഇത് ഒരു. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നമുണ്ട്. രാമാനന്ദനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാമാനന്ദൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് സിനിമ തിക്കുറിശി സാറുള്ള കാലം തൊട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓരോ നടന്മാർക്ക് പേര് കൊടുത്ത് സാറിന് അതുപോലുള്ള ആൾക്കൊക്കെ പേര് കൊടുത്ത് സിനിമ ഉള്ള കാലത്തും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അനുഭവമൊന്നുമില്ല. അപ്പൊ ഈ വക പ്രശ്നങ്ങള് മോശമായാലും അന്നൊക്കെ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലം പോലെയല്ല. പുതിയ കാലത്ത് ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ തയ്യാറായ മനുഷ്യരുണ്ട്. അത് ശരി സാറേ. അതെ, അത് ചിലര് ഇപ്പൊ ഒരു കേസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് അത് കേസ് തെളിഞ്ഞാലേ പ്രതിനെ ശിക്ഷിക്കണല്ലോ. അപ്പൊ ആരെങ്കിലും ശേഷമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ നടന്മാരും ആളുകളൊക്കെ പേര് പറഞ്ഞ് അവരെ ശിക്ഷിക്കുന്നതും അതുമാതിരി മന്ത്രിനെ കുറ്റം പറയുന്നതും കേട്ട വഴിക്ക് രാജിവെക്കണം എന്ന് പറയുന്നത് ഒക്കെ ഒരു പരിപാടി ശരിയല്ല. അതൊക്കെ തെളിയുമ്പോഴേ പാടുള്ളൂ എന്നാണ് അഭിപ്രായം. ആ അഭിപ്രായത്തോട് നമ്മളും യോജിക്കുന്നു. അങ്ങനെ എല്ലാവരും രാജിവെക്കണമെന്നല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണോ എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ പരാതി ഉണ്ടായാൽ ആ പരാതി അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കപ്പെടാതെ പോരുത് എന്നുള്ളത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. ശ്രീ പ്രസാദാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ പ്രസാദ്, താങ്കൾ ഈ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തമായ ശുദ്ധീകരണം ഈ മേഖലയിൽ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആലപ്പുഴയല്ല, ചെങ്ങന്നൂരാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ. ശരി, ഓക്കെ. താങ്കൾ അവിടെ ആലപ്പുഴ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആലപ്പുഴ എന്ന് വിളിച്ച് പറഞ്ഞത്. ചെങ്ങന്നൂർ തിരുത്താം. അതായത് ഒരു സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ പോലെ തന്നെ ജനങ്ങളെ നയിക്കുന്ന സർക്കാരിനും പൂർണ്ണ ഉത്തരവാദിത്തമുള്ളതാണ്. മുൻപ് ഒരു കേസുണ്ടായ സമയത്ത് ഒരു സ്ത്രീയെ സൂക്ഷിച്ചു നോക്കിയാൽ കേസെടുക്കുമെന്നൊരു നിയമം ഉണ്ടെന്ന് അന്ന് പറയുകയുണ്ടായി. നിങ്ങളിപ്പോ മാധ്യമത്തിലൊന്നും അത് പറയാറില്ല. ഒരു മാധ്യമത്തിലും ഒരു സ്ത്രീയെ 1 മിനിറ്റ് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയാൽ കേസെടുക്കാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പെരുമ്പാവൂർ കൊലപാതകം നടന്ന സമയത്താണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പൊ അതൊന്നും നിലവിൽ വന്നിട്ടില്ല. തന്നെയുമല്ല, ഈ പ്രമുഖർ എന്ന് പറയുന്ന ഒരു 15 പേരുണ്ട്. അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നില്ല. കാരണം അവർക്ക് പേരില്ല. അവർ വിചിത്ര ജീവികളാണ്. ഈ റിപ്പോർട്ട് പേര് പറയാതെ നമ്മളങ്ങനെ ആളാരെന്ന് കണ്ടെത്തും? അല്ല, അത് പിന്നെ മാധ്യമത്തിന്റെ കുഴപ്പമല്ലല്ലോ. ഈ റിപ്പോർട്ടിൽ അതിന്റെ പേര് വരാതിരിക്കത്തില്ലല്ലോ. കാരണം ഈ പ്രമുഖർ ആരാണെന്നുള്ള, ഇപ്പൊ ഒരു പ്രമുഖൻ ഒരു കൊലപാതകം നടത്തി, അപ്പൊ ആ പേരില്ലാത്തതുകൊണ്ട് അപ്പൊ ആളിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? താങ്കൾ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട്. അത് വിഷയം തന്നെയാണ്. സാധാരണ മനുഷ്യർ പ്രമുഖർ എന്ന് ഇപ്പോൾ അതൊരു തമാശയോ അല്ലെങ്കിൽ അതൊരു സറ്റയറോ ഒക്കെ ആയിട്ടുണ്ട്. ഏത് കാര്യത്തിനും മാധ്യമങ്ങൾ ഇങ്ങനെ പ്രമുഖർ എന്ന് പറയും എന്ന് പറഞ്ഞ്. ഈ പ്രമുഖർ എന്ന് കൊടുക്കുന്നത് നമ്മൾ വളർത്തിയെടുത്ത പ്രമുഖരാണല്ലോ. നമ്മളുടെ പൈസ കൊണ്ടാണല്ലോ ഈ സിനിമാ ലോകം തന്നെ വളരെ നല്ല ഒരു നടൻ. ശരി, ഓക്കെ. എന്തായാലും ഈ വിഷയത്തിലെ അവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ആ വിഷയത്തിലെ പേരുകൾ പറയാൻ കഴിയാത്തത്. അനിൽ ആണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ അനിൽ, താങ്കൾക്ക് പറയാം. സാറേ, ഇത് എത്ര നാളായി ഇത് ഗവൺമെന്റിന് വെളിപ്പെടുത്തണം. ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ഇത് വെളിയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇതിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ ജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട്. കാര്യം ജനങ്ങളുടെ കാശെടുത്തിട്ട് ഇവർക്ക് ഈ 1 കോടി സംതിങ് രൂപ അവർക്ക് കൊടുത്തത്. അങ്ങനെ കൊണ്ട് നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ മൂടി വയ്ക്കുന്നുണ്ട് സാറേ. അതിന്റെ കാര്യം എന്നാ, ഈ മന്ത്രിമാരുടെയും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെയും മക്കളോ അടുത്ത ബന്ധുക്കളോ സ്ത്രീകളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ കാര്യം ചെയ്യുമോ? ഇല്ലല്ലോ. സാംസ്കാരിക മന്ത്രിക്ക് ഉൾപ്പെടെ പെൺമക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അങ്ങനെ തീർച്ചയായിട്ടും മാക്സിമം സംരക്ഷിക്കാൻ നോക്കിയിട്ട് ജനങ്ങളെ സമ്മതിക്കാതെ വന്നപ്പോൾ പിടിവിട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ അങ്ങേയറ്റം ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ കോടതിയുടെ ഇടപെടലും കോടതി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ പുറത്തുവിടുകയൊക്കെ ചെയ്തു. പക്ഷെ അതല്ല, റിപ്പോർട്ട് പുറത്തുവിടുന്ന അല്ലല്ലോ വിഷയം. ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ തെറ്റ് കണ്ടെങ്കിൽ ആ തെറ്റുകാർക്കെതിരെ കണ്ടെത്താനും നടപടിയെടുക്കാനുമുള്ള നടപടികളല്ലേ ആവശ്യം? തീർച്ചയായിട്ടും സാറേ. അത് പിന്നെ ഇപ്പം പുറത്ത് വിട്ടെന്ന് പറഞ്ഞാലും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടില്ലല്ലോ. കോടതിയുടെ നിർദ്ദേശമുണ്ടോ എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ ചില കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന്മേൽ നടപടി ആവശ്യമായി തന്നെ എടുക്കേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് ശരിയായ നിലപാടും. 100% അങ്ങനെ എടുക്കേണ്ടതാണ്. ശരി, ഓക്കെ. ശ്രീ കൊല്ലത്ത് നിന്ന് ശ്രീ പ്രേമാണ് ചേരുന്നത്. ശ്രീ പ്രേം, താങ്കൾക്ക് പറയാം. നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ 4 വർഷം ഇത് പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പൊ ഒരു റിപ്പോർട്ട് നമുക്ക് ഇത് വെളിപ്പെടുത്തി. പക്ഷേ അതില് വേട്ടക്കാരുടെ പേരുകൾ ഒന്നും തന്നെ മെൻഷൻ ചെയ്യാതെ ഉള്ളൊരു റിപ്പോർട്ട് വന്നത് ഇപ്പൊ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു.
അപ്പോ യഥാർത്ഥത്തിൽ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് യഥാർത്ഥത്തില് പ്രസിദ്ധപ്പെടുത്തിയത് എന്താണെന്നുള്ളത് ഒരു 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 എന്താ പറയുന്ന ഒരു കോമൺ സിറ്റിസൺ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമുക്ക് ഇതിന് തക്കതായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു എല്ലാവർക്കും സംഘടനകളുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അത് സമഗ്രമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇവരെ ആയുഷ്കാലം ഇതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നടപടി എടുത്താൽ മാത്രമേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ആറ്റിങ്ങലിൽ നിന്നും ശ്രീ ഷമ്മി കൂടി ചേരുന്നുണ്ടോ? ഷമ്മി, ആകെ മലയാളിക്ക് നാണക്കേടായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിലൊരു ശുദ്ധീകരണം അനിവാര്യമല്ലേ? അല്ല, ഇതിന് ഒരു ശുദ്ധീകരണം അനിവാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും കാലം ഈ രേവതി സമ്പത്തായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മീഡിയയിലോ വന്ന് പറഞ്ഞിരുന്ന പിന്നെ മുൻകാല നടിമാരായിക്കോട്ടെ അല്ലെങ്കിൽ നിലവിലെ നടിമാരായിക്കോട്ടെ, ഇവർ എന്തുകൊണ്ട് നേരത്തെ പ്രതികരിച്ചില്ല എന്നാണ് എന്റെ ഒരു ചോദ്യം. എന്തുകൊണ്ട് ഇവരാരും ഇത്രയും ഞാൻ പലതവണ മറുപടി ആ വിഷയത്തിൽ പറഞ്ഞിരുന്നു. റിയാക്ട് ചെയ്തില്ല. ശ്രീ ഷമ്മി, പലതവണ ഞാൻ മറുപടി പറഞ്ഞിരുന്നു. ഒരാൾക്ക് എല്ലാ സമയത്തും ഈ ഒരു കുറ്റകൃത്യം നടന്നപ്പോൾ അല്ലെങ്കിൽ അവഹേളനം നേരിട്ടപ്പോൾ അല്ലെങ്കിൽ പീഡനം നേരിട്ട സമയത്ത് ആ സമയത്ത് തന്നെ അവർ പ്രതികരിക്കണമെന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥ കാണില്ല, അല്ലെങ്കിൽ അവർക്ക് ഭയമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് ഈ തെറ്റിന്റെ ആഴത്തെക്കുറിച്ച് ചിലപ്പോൾ ബോധമില്ലായിരിക്കാം. അങ്ങനെ പലതുമുണ്ട്. പല പല കാരണങ്ങളാൽ യഥാസമയം പ്രതികരിക്കാൻ കഴിയാതെ പോകും. അങ്ങനെ സമൂഹത്തിൽ എല്ലാ മനുഷ്യനും എവിടെയെല്ലാം പ്രതികരിക്കാൻ കഴിയുമെന്നല്ല. എത്രയോ കാലം ഈ രാജ്യത്ത് ഈ തരത്തിലുള്ള അവർക്കെല്ലാം ഈ പേടി മാറി എന്നാണോ സാറ് പറയുന്നത്? അങ്ങനെയല്ല, കുറേയേറെ ആളുകൾക്ക് പേടി മാറിയിട്ടുണ്ട്. കുറേയേറെ ആളുകൾക്ക് ഇത് അഭിമാനബോധത്തിന്റെ വിഷയമാണ്, നമ്മൾ പ്രതികരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇത്തരം ആരോപണങ്ങൾ മുമ്പും എത്രയോ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ആരെങ്കിലും ഒരു നായക നടനെതിരെ, പ്രമുഖ സംവിധായകർക്കെതിരെ, അങ്ങനെ ആർക്കെങ്കിലും എതിരെ പറയാൻ തയ്യാറാവുമായിരുന്നില്ല. അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആ സീരിയസ് ആ ഒരു ആക്ട്രസ് വന്നിട്ട് ഇന്ന് രാവിലെയുള്ള ഒരു ന്യൂസ് ഞാൻ കണ്ടപ്പോഴത്തേക്കും അതിൽ പറയുന്നത്, അതില് ഞാന് അങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എന്റെ ബാങ്കിൽ ടച്ച് ചെയ്തു, എന്റെ നെക്കിൽ ടച്ച് ചെയ്തു, ബട്ട് ഇറ്റ് വാസ് ഓക്കെ എന്നാ ആ ലേഡി പറഞ്ഞത്. അതല്ലല്ലോ, ഒരു മനുഷ്യർക്ക് ഒരു കാര്യം തുറന്നു പറയുന്നതിന് ഇന്ന സമയത്ത് തന്നെ സംഭവം ഉണ്ടായി അടുത്ത ദിവസം തന്നെ പറയണമല്ല, ഇത്ര മണിക്കൂറിനുള്ളിൽ പറയണം എന്നൊന്നും പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ പല ഘട്ടത്തിലാവും. ചിലപ്പോൾ ഒരു തെറ്റ് ഉണ്ടായ സമയത്ത് എന്തായാലും രഞ്ജിത്ത് രാജിവെച്ചത് നല്ലൊരു തീരുമാനമാണ്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ബാബു ആണ് കോട്ടയത്ത് നിന്നും. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? ഹലോ, നമസ്കാരമുണ്ട്, പറയൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ നമ്മുടെ അമ്മയുടെ സെക്രട്ടറി രാജിവെച്ചല്ലോ, ജനറൽ സെക്രട്ടറി രാജിവെച്ചല്ലോ. സിദ്ദിഖല്ലേ രാജിവെച്ചു? പറഞ്ഞു. രാജിവെച്ചു. ആ കൂട്ടത്തിൽ ഇരുന്നൊരു നടി ജോമോള് ഈ സംഘടനയിലെ അംഗമാണല്ലോ. ആ വനിതകൾക്ക്, ലേഡീസിന് വേണ്ടിയാണ് അവർ നിൽക്കേണ്ടത്. അവരെ സംസാരിച്ച് പിറ്റേ ദിവസം പുള്ളി രാജിവെച്ചു. എന്നാ അഭിപ്രായം പറയാൻ പറ്റുന്നത്? ഇവർക്ക് വേണ്ടിയാണോ? അന്ന് എന്റെ മുറിയുടെ വാതിക്കൽ മുട്ടിട്ടില്ലെന്നാണ് ഇന്നലെ പറയുന്നത്. അതാണോ പറയേണ്ടത്? ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, അവർക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞുകൂടെ? നമ്മൾ പറയേണ്ടത് നമ്മുടെ വനിതാ സംഘടനകളെ വനിതകൾക്ക് വേണ്ടി പറയണം. എന്റെ വാതിലെ മുട്ടിട്ടില്ല, അല്ല മുട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസെടുക്കാം, അങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത്. അവര് ഇന്നലെ ചാരി നിന്നുകൊണ്ട് സിദ്ദിഖിനോട് ചേർന്നുകൊണ്ട് സംസാരിക്കാൻ സംസാരമല്ല സംസാരിച്ചു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ ദിനേശ് ആണ് നാദാപുരത്ത് നിന്നും. ശ്രീ ദിനേശ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഞാനന്ന് സിദ്ദിഖ് സാറെ ചാനലിൽ വന്ന് സംസാരിച്ചില്ലേ? പറഞ്ഞോളൂ. അന്ന് സിദ്ദിഖ് സാറിന്റെ മുഖത്ത് വെപ്രാളുണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു വെപ്രാൾ. ചാനലിൽ നിന്ന് ആ ചർച്ച അവര് ലൈവ് തരുമ്പോ അവര് ഒഴിഞ്ഞു മാറാനുള്ളൊരു വല്ലാത്തൊരു വെപ്രാളം സിദ്ദിഖ് സാറിന്റെ മുഖത്തുണ്ടായിരുന്നു. ഇത് മൊത്തം എല്ലാ വീട്ടിൽ നിന്ന് കാണുന്നതാണ് സാറേ. അപ്പൊ എന്ന് വെച്ചാല് സിദ്ദിഖ് സാർ എന്ന് വെച്ചാല് ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറണം, എങ്ങനെ നിങ്ങളെ ചോദ്യങ്ങളിൽ നിന്നും കടന്ന് പോണം എന്നുള്ളൊരു വെപ്രാളത്തിലായിരുന്നു. ജോമോള് പറഞ്ഞത് എന്താ, എന്റെ കഥകൾ മുട്ടിയിട്ടില്ലാന്ന്. പക്ഷെ ജോമോളെ കഥകൾ മുട്ടിയിട്ടുള്ള സത്യം ഇനി ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി സാറേ. നമ്മൾ അങ്ങനെ പറയരുത്. ഒരാൾക്ക് അവരുടെ സ്വകാര്യമായ അവകാശമാണ്. അങ്ങനെ അവര് ഏത് അഭിപ്രായം പറയണമെന്ന് പറയാൻ കഴിയില്ല. അവർക്ക് പ്രതികരിച്ചില്ല, അവരുടെ അനുഭവം മാത്രം പറഞ്ഞു. അത് മാത്രമായിരുന്നു അവന് അപ്പുറം വിശാലമായി പറയേണ്ടതല്ലേ എന്നൊക്കെ ഒരു ധാർമ്മികമായ ചോദ്യമുണ്ട്. അല്ലാതെ അവരുടെ കഥയിൽ മുട്ടി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് അവരാണ്. അവരൊക്കെ ഇപ്പൊ സിദ്ദിഖ് സാറിന് എന്ത് പറ്റി? ഇയാള് ഇപ്പൊ വന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ ഇയാളിപ്പോ രാജിവെച്ചില്ല, അമ്മയുടെ ഈ സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെക്കേണ്ട വന്നില്ലേ?
ശരി, ഓക്കെ. എന്തായാലും മറ്റൊരു പ്രേക്ഷകരുണ്ട്, കായംകുളത്ത് നിന്നും മനാഫാണ്. ശ്രീ മനാഫ്, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ എന്താണ് ഇനി തുടർ നടപടികൾ വേണ്ടത്? നമസ്കാരം. നമസ്കാരം. നമ്മള് ഈ പലപ്പോഴായി നമ്മുടെ സ്വഭാവ നടന് അത്തരത്തിലുള്ള നടന്മാരുള്ള അവാർഡുകൾ വേങ്ങുന്ന ആളുകളുടെ സ്വഭാവം ഇന്ന് നമ്മുടെ സാംസ്കാരിക കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ വിനോദ മേഖല എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ആ സിനിമയിലൂടെ നമ്മുടെ ഗവൺമെന്റിനാലും ഏറ്റവും വലിയ വരുമാനം, കായിക വരുമാനം കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അത്തരത്തില് പുഴുക്കത്തുകൾ കയറിക്കൊണ്ട് ഈ മേഖലയെ തകർക്കുന്ന വലിയൊരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പുഴുക്കത്തുകളെ തിരിച്ചറിയുന്നതിന് ശക്തമായ നിയമനിർമ്മാണമാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗമാണ്, വിനോദ വരുമാന മാർഗം സിനിമയാണ്. അപ്പം അത് തകർക്കുന്ന രീതിയിലുള്ള, അപ്പം ഫാമിലിയോടൊക്കെ ഉൾപ്പെടെ നമ്മളടക്കം പലരും പോയിരുന്ന സിനിമയാണ് കാണുന്നത്. ഈ സ്വഭാവ നടന്മാരെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഇപ്പം ലൈംഗിക ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും ഇതിനകത്ത് വിഷയങ്ങൾ വന്നത്. ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കണ്ടപ്പോൾ സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു ആക്ടർ, അവർ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത്. കാരണം അവരുടെ തൊഴിലിനെ ഉൾപ്പെടെ ചൂഷണം ചെയ്യുക, ജോലി ചെയ്തിട്ട് നിഷേധിക്കപ്പെടുന്ന, കൂലി പോലും നിഷേധിക്കപ്പെടുന്ന, പലപ്പോഴും കൂലി മാത്രമല്ല മാനുഷികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന, തൊഴിൽ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ്, അല്ലാതെ ലൈംഗിക ചൂഷണം മാത്രമല്ല ആ മേഖലയിൽ നടക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസ് 18 പൊതുവേദി തുടരും. കണ്ണൂരിൽ നിന്നും ശ്രീ കുട്ടികൃഷ്ണനാണ് ചേരുന്നത്. ശ്രീ കുട്ടികൃഷ്ണൻ, മലയാള സിനിമയിൽ ഉണ്ടായ 2 രാജികൾ, പ്രധാനപ്പെട്ട രാജികൾ താങ്കൾ ഇന്ന് കണ്ടു കാണും. പക്ഷേ ഈ രാജിക്കൊക്കെ അപ്പുറത്തേക്ക് അതികർശനമായ നിയമ നടപടികൾ കൂടി ഉണ്ടാവേണ്ടതല്ലേ? ഇതില് കാരണം ഈ ഇൻഡസ്ട്രി ഉണ്ട്, ഫിലിം ഇൻഡസ്ട്രി തന്നെ, അത് ഇതിന് കാരണം എല്ലാവരും എക്സ്പോസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി. ഇപ്പോൾ പൊതുവെ ജനങ്ങൾ ഇൻഡസ്ട്രിയെ കാണുന്ന 2 കണ്ണുകളിലാണ്, അതിന്റെ നല്ല വശവും മോശം വശവും. ഒരു പ്രശ്നം വെച്ചാല് ഇപ്പോഴാണ് ഇത് പലരും ഇങ്ങനെ പുറത്ത് പറഞ്ഞു തരുന്നത്. പഴയ കാലാകാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ പലരും ഇത് ഇൻഡസ്ട്രി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും അവർക്ക് പല ഓഫറും കൊടുക്കുക. നിങ്ങൾ വരും, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം. കാരണം ഇത് എനിക്ക് അനുഭവമാണിരുന്നു. പക്ഷെ അതിനകത്ത് നമ്മളിപ്പം സീരിയലിൽ നിന്ന് കുറച്ച് പിന്മാറിയിട്ടുകൊണ്ടാണ്. പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന ഇപ്പോൾ ലാസ്റ്റില് ഇത് തുറന്ന് പറയുന്ന കമ്മീഷന്റെ ഇതൊക്കെ വന്ന സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഇൻഡസ്ട്രിയെ ഒന്ന് പൊളിച്ചെഴുതിയിട്ട് ഇനി ഇപ്പൊ വന്നിരിക്കുന്നതിൽ വേണ്ട നടപടി എടുത്തുകൊണ്ട് ഇനി വ്യക്തമാണ് ആ ഇൻഡസ്ട്രിയിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ശ്രീരാഗാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ജയരാജ് പറയാം. സാറേ, ഒരു കമ്മിറ്റി വന്നത് നന്നായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇതിപ്പം സെലിബ്രിറ്റീസിനെ എതിരായിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് എത്രത്തോളം സമൂഹത്തിന് ഗുണം ചെയ്യുന്നുള്ളതാണ്. എന്തായാലും ഒരു പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ്. പക്ഷെ അത് ഇത് മെത്തേഡ് എങ്ങനെയാന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇപ്പം താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച പ്രേക്ഷകരെല്ലാവരും ഏറെക്കുറെ സമാനമായ അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. വളരെ അപൂർവം പേർ മാത്രമാണ് മറിച്ച് അഭിപ്രായം പറഞ്ഞത്. ഈ മേഖലയിൽ ഈ റിപ്പോർട്ട് വച്ചിട്ട് വലിയൊരു ശുദ്ധീകരണം സിനിമാ മേഖലയിൽ അനിവാര്യമാണ്. അതിന് സർക്കാരായാലും സിനിമാ സംഘടനകളായാലും എല്ലാവരും മുൻകൈ എടുക്കേണ്ടത് തന്നെയാണ്. ആ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ്. ഈ നാണക്കേട് നമുക്ക് ഒഴിവാക്കണം. പുതിയ കാലമാണ്, പുതിയ മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് ഇത്തരം അനീതികൾക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കാനാവില്ല. അനീതികൾക്ക് നേരെയുള്ള വലിയ തിരുത്തലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് സമൂഹം നിൽക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ന്യൂസ് 18 പൊതുവേദിയിൽ ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.